കോതമംഗലം ലവ് ജിഹാദ് കേസിൽ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധത്തിൽ സ്തംഭിച്ച് കോതമംഗലം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധ പരിപാടി ബി.ജെ.പി. ദേശീയ സമിതി അംഗം പി.സി. ജോർജ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ലവ് ജിഹാദിന്റെ അവസാനത്തെ ഇരയായ കോതമംഗലത്തെ 23-കാരിക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് അണിനിരന്നത്. മുദ്രാവാക്യത്തിൽ പ്രവർത്തകരുടെ പ്രതിഷേധം അണപൊട്ടി. വഴിമധ്യേ ബാരിക്കേഡ് വെച്ച് പോലീസ് പ്രകടനം തടഞ്ഞു. ബാരിക്കേഡുകൾ ഉയർത്തിമാറ്റി മുമ്പോട്ടു പോകാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം. പത്ത് മിനിറ്റോളം ജലപീരങ്കി പ്രയോഗം തുടർന്നു. പ്രവർത്തകർ പിന്മാറാതെ വന്നതോടെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടു. തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി ബി.ജെ.പി. ദേശീയ സമിതി അംഗം പി.സി. ജോർജ് ഉദ്ഘാടനം ചെയ്തു. മത തീവ്രവാദികളുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ദുഃഖകരമായ സംഭവം. ദേശവിരുദ്ധ ശക്തികളാണിവർ. ദേശവിരുദ്ധ ശക്തികൾ എന്ന് മാത്രമല്ല, ലവ് ജിഹാദും അതുപോലെയുള്ള വൃത്തികെട്ട നടപടികളുമായി ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ മാത്രമല്ല മറ്റു മതസ്ഥരായ കുഞ്ഞുങ്ങളെയും ചാക്കിട്ട് പിടിച്ച് ആത്മഹത്യയിലേക്ക് നയിച്ച് പണമുണ്ടാക്കുന്ന ഏപ്യന്മാരായി ഒരുപറ്റം ആളുകൾ മാറിയിരിക്കുകയാണ്. കേരളത്തിലെ നിർബന്ധിത മതപരിവർത്തന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ബി.ജെ.പി. നേതാവ് ബി. ഗോപാലകൃഷ്ണൻ. നിർബന്ധിത മതപരിവർത്തനം നടത്തുന്ന ഏത് മതകേന്ദ്രങ്ങളായാലും ശരി, അത് അടച്ചുപൂട്ടണം. അത് അടച്ചുപൂട്ടാനുള്ള കെൽപ്പ് ഇവിടുത്തെ സർക്കാരുകൾക്ക് ഉണ്ടാവണം. മതമല്ല മനുഷ്യനാണ് വലുതെന്ന് പറയുന്നവരാണല്ലോ കമ്മ്യൂണിസ്റ്റുകൾ. പിന്നെന്തിനാ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്ന മതകേന്ദ്രങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അത് അടച്ചുപൂട്ടാനുള്ള ചങ്കൂറ്റം പിണറായി സർക്കാരിനുണ്ടോ? അത് അടച്ചുപൂട്ടണമെന്ന് പറയാനുള്ള ആർജവം ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കുണ്ടോ? ഇതും ഏതെങ്കിലും ഒരു മതത്തിനെതിരല്ല. നിർബന്ധിത മതപരിവർത്തനം നടത്തുന്ന ഏത് മതമായാലും ശരി, അത് അടച്ചുപൂട്ടണം. അത് അടച്ചുപൂട്ടാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? എറണാകുളം ഈസ്റ്റ് പ്രസിഡന്റ് പി. സജീവ്, എറണാകുളം മേഖലാ പ്രസിഡന്റ് എ. നാഗേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സൂരജ് മലയിൽ, ഇ.ടി. നടരാജൻ, അരുൺ പി. മോഹൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കും വരെ പ്രതിഷേധം തുടരുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് പ്രവർത്തകർ മടങ്ങിയത്. കോതമംഗലത്ത് നിന്നും സുശോഭ് KS-നൊപ്പം സുബിൻ തോമസ്.